ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തങ്ങൾ പിന്നോട്ടില്ല എന്നതാണത്രേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട്. ഭരണഘടനാപരമായ പൊളിച്ചെഴുത്ത് അനിവാര്യമായ സംഗതി ആയിരുന്നിട്ടുകൂടി കേന്ദ്ര സർക്കാർ വല്ലാത്ത ആത്മവിശ്വാസമാണ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത്. സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണ് എന്നത് പലരെയും ചിന്തിപ്പിക്കുന്ന സംഗതിയാണ്. ഒന്നും കാണാതെ പട്ടർ കുളത്തിൽ ചാടില്ല എന്നതാണ് അതിന് BJP കേന്ദ്രങ്ങൾ നൽകുന്ന ഉത്തരം. അങ്ങനെയെങ്കിൽ മോദി എന്തോ കണ്ടിട്ടുണ്ട് എന്ന് സ്വാഭാവികമായും അനുമാനിക്കേണ്ടി വരും. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന നയം ഏകാധിപത്യത്തിലേക്കുള്ള വഴിയാണെന്ന പ്രതികരണവുമായി ആദ്യം രംഗത്തെത്തിയ നേതാക്കന്മാരിൽ ഒരാളാണ് നമ്മുടെ മുഖ്യൻ. CPM RSS ബാന്ധവം സംബന്ധിച്ച വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ട സാഹചര്യത്തിലാണ് അദ്ദേഹം അതിശക്തമായൊരു നിലപാട് കൈക്കൊണ്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തമിഴ്നാടിൻ്റെ കാര്യവും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ പരസ്യമായി നിശ്ചിത നിലപാട് കൈക്കൊള്ളുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. അതുകൊണ്ട് തന്നെ കേരളവും തമിഴ്നാടുമാണ് കേന്ദ്രത്തിൻ്റെ മുഖ്യ പരിഗണനയിലുള്ളത്. രണ്ടിടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരുമിച്ചാണ്. അതായത് രണ്ടിടത്തും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന് സാരം. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് 2029 അന്നു മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയം നടപ്പാക്കണമെന്നതാണ് കേന്ദ്രത്തിൻ്റെ താൽപ്പര്യം. അത് നടപ്പായാൽ 2026 തെരഞ്ഞെടുക്കപ്പെടുന്ന കേരള തമിഴ്നാട് സർക്കാരുകൾക്ക് 3 വർഷം മാത്രമേ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് കേന്ദ്രത്തിൻ്റെ നിർണായക നീക്കം നടക്കാൻ പോകുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പോളിസിയോടെ സഹകരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് 2026 തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി നൽകുന്ന തരത്തിൽ ഒരു ഫോർമുല കേന്ദ്രം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യത ഏറെയാണ്. ഈ ഫോർമുല അംഗീകരിച്ചാൽ പിണറായി വിജയനും MK സ്റ്റാലിനും 8 വർഷം തുടർച്ചയായി ഭരിക്കാനാകും. പുതുച്ചേരി, ആസാം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ നിലവിലെ മുഖ്യമന്ത്രിമാർക്കും ഇതേ പരിഗണന ലഭിച്ചേക്കാം. കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ അങ്ങനൊരു ഓഫർ സ്വീകരിച്ചാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ലോട്ടറി ആയിരിക്കും. തുടർച്ചയായി 2 ടേം പൂർത്തിയാക്കിയ പിണറായിക്ക് 3ാമതൊരു ടേം സാധ്യമല്ലാത്ത സാഹചര്യമാണിപ്പോൾ. ആകെയുള്ള മെച്ചം പ്രതിപക്ഷം ശക്തമല്ല എന്നതും അവിടെ കരുത്തനായ ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ UDF-നാകുന്നില്ല എന്നതുമാണ്. ഇനി അഥവാ 3ാം ടേം ജയിച്ചു കയറിയാലും പിണറായിയെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ CPM-ൽ തന്നെ നീക്കങ്ങൾ സജീവമാണ്. ഈ സാഹചര്യത്തിൽ പിണറായി കേന്ദ്രത്തിനൊപ്പം നിന്നാൽ കാര്യങ്ങൾ പലതും അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും. അതിൽ വ്യക്തിപരമായ നേട്ടങ്ങൾ പോലും ഉണ്ടായേക്കാം. എന്നാൽ BJP RSS ബാന്ധവം സംബന്ധിച്ച ആരോപണത്തിൻ്റെ വാൾ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കേന്ദ്രത്തിനൊപ്പം നിൽക്കാനാകുമോ എന്നതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPM എന്നതും പ്രതിസന്ധിയാണ്. തമിഴ്നാട്ടിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനും സമാനമായ പ്രതിസന്ധിയിലാണ്. തൻ്റെ മകൻ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയായും അവിടെ നിന്നും മുഖ്യമന്ത്രിയായും വാഴിക്കാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം. ഇതിൻ്റെ അനുരണനങ്ങൾ എന്നോണം DMK-യിൽ ചില അടിയൊഴുക്കുകളും പടലപ്പിണക്കങ്ങളും സജീവമാണ്. 2026 തെരഞ്ഞെടുപ്പിൽ ഇളയ ദളപതി വിജയ് തമിഴക രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിക്കുമെന്നതും ഒരു വെല്ലുവിളിയാണ്. ഇതൊഴിവാക്കാൻ 2026 തെരഞ്ഞെടുപ്പ് തന്നെ വേണ്ടെന്ന് വെച്ചാൽ അത് സ്റ്റാലിന് രാഷ്ട്രീയമായി ഏറെ ഗുണം ചെയ്യും. എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് തടസ്സങ്ങൾ നിരവധിയാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്രതലത്തിൽ പുതിയ സമവായ ഫോർമുലകൾ ഉണ്ടാക്കി കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനാകും DMK-യും CPM-ഉം ശ്രമിക്കുക. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കാര്യവും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിണറായിക്ക് വ്യക്തിപരമായി നേട്ടം ലഭിച്ചേക്കാവുന്ന ഒരു ഫോർമുല കേന്ദ്രം മുന്നോട്ട് വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത് അദ്ദേഹത്തെ താഴെ ഇറക്കി അധികാരം പിടിക്കാൻ കാത്തിരിക്കുന്നവർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ആസന്നമായ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലും കേന്ദ്ര നീക്കത്തിനെതിരായ പ്രമേയം പോലും പാസാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്.